എല്ലാവർക്കും നമ്മുടെ ഹൗസ് ബോട്ട് യാത്ര ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ശരിക്കും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ക്ലൈമറ്റും അത്യാവശ്യം കുഴപ്പമില്ല, ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇവിടെ റിലാക്സ് ചെയ്യാം. മുകളിലൊക്കെ ഇരുന്നിട്ട് ഞാനിപ്പോൾ മുകളിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു ഡൈനിങ് ഹോളും ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഫുഡൊന്നും റെഡി ആയിട്ടില്ല, ഉച്ചയ്ക്കുള്ള ഭക്ഷണം റെഡി ആയിട്ടില്ല. നമ്മൾ രാവിലെ വന്നിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു വെൽക്കം ഡ്രിങ്ക് വന്നു. പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ഫുഡൊക്കെ താഴെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അതിനിടയിൽ കുറേ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നല്ല, ഞാൻ ഷൂട്ട് ചെയ്തു. നല്ല അടിപൊളി വിഷ്വൽസ് ആയിരുന്നു. ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അടിപൊളിയായിട്ട് ഇതിലെടുക്കാം. പിന്നെ നന്നായിട്ട് കാറ്റുണ്ട്, അതുകൊണ്ട് ഡ്രോൺ പറത്താൻ പറ്റുന്നുള്ളത് എനിക്ക് അറിയില്ല, തോന്നുന്നില്ല. അപ്പോൾ എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഇത് ഒരിക്കലെങ്കിലും നമ്മളിത് ചെയ്തിരിക്കണം, ഈ ഒരു ഹൗസ് ബോട്ട് യാത്ര. കുത്തരിച്ചോറുണ്ട്, കരിമീൻ, അമ്പോ ഇതെന്താ സാധനം? തോരൻ. കാബേജ്, ക്യാരറ്റ് തോരൻ, പയറ്, മെഴുക്കുവരട്ടി, സാമ്പാർ, സാലഡ്, അച്ചാർ, പപ്പടം, പെപ്സി. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ യാത്ര തുടരുകയാണ് നമ്മളെ ഹൗസ് ബോട്ടിൽ. ഇവിടെ ഇവരെന്തോ ഡ്രെഡ്ജ് ചെയ്തെടുക്കുന്നുണ്ട്, മണ്ണ് വരുന്നില്ല എന്ന് തോന്നുന്നു. എന്തോ സംഭവം ഒന്നും മനസ്സിലായില്ല. ഇങ്ങനെ കുഴിക്കാൻ തോന്നുന്നു, അതും അവിടെ ആ ബണ്ട് കെട്ടുന്ന പരിപാടിയാണ് നടക്കുന്നത് തോന്നുന്നു, എനിക്കറിയില്ല. എന്തോ സംഭവം നടക്കുന്നുണ്ട് ഇവിടെ. ഹൗസ് ബോട്ടിലുള്ള കറക്കം ഏകദേശം കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഹൗസ് ബോട്ട് പാർക്ക് ചെയ്യുക എന്ന് പറയുക, അല്ലെങ്കിൽ നങ്കൂരം ഇടുക, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ഇത് മിക്കവാറും ഈ ഹൗസ് ബോട്ടിൻ്റെ ഓണറിൻ്റെ വീടുണ്ട് ഇവിടെ അടുത്ത്, അവിടെയാണ് നമ്മൾ പോയിട്ടത് ഹൗസ് ബോട്ട് പാർക്ക് ചെയ്യുന്നത്. ഈ ഭാഗം നോക്കിയാൽ നിറയെ ആമ്പലിങ്ങനെ തഴച്ച് വളർന്നു നിൽക്കുന്നത് കാണാം അവിടെ. ഇതേ ഒരു കാക്ക ഇലക്ട്രിക് കമ്പിയിൽ ഒറ്റയ്ക്കിരിക്കുന്നു. എന്താണതിങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ കാരണം?
നമ്മളിപ്പോൾ ബോട്ട് പാർക്ക് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള ബോട്ടുകൾ മുന്നിൽ നിന്ന് ഇങ്ങോട്ട് മടങ്ങി വരുന്നത് കാണാം. അവരൊക്കെ ഡേ ട്രിപ്പിന് മാത്രം പോകുന്ന ബോട്ടുകളാണ്. അവരാണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നത്. അവരിനി 6 മണിയാകുമ്പോഴേക്കും അവിടെ പോയിട്ട് ആൾക്കാരെ ഇറക്കി പറഞ്ഞേക്കും. പക്ഷേ നമ്മളെ ബോട്ട് ഓവർനൈറ്റ് ആയതുകൊണ്ട് നമ്മൾ നേരെ പോയി അവിടെ സ്റ്റേ ചെയ്യും. ഈ കാണുന്ന ബോട്ടുകൾ അത്ര ഇപ്പോൾ ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബോട്ട് കയറിയ സ്ഥലം അതാണ് ഫിനിഷിംഗ് പോയിൻറ്റ്. അപ്പോൾ ഇതൊക്കെ കൂടുതലും ഡേ ട്രിപ്പിന് വന്ന ആളുകളായിരിക്കണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളെ ബോട്ട് നേരെ തിരിച്ച് അങ്ങ് പാർക്ക് ചെയ്യാൻ വേണ്ടി വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിലേക്ക്. സമയം ഇപ്പോൾ വൈകുന്നേരം വരെ ഒരു 4 മണിക്കടുത്തായി തുടങ്ങി. അതുകൊണ്ടാണ് ഇവരൊക്കെ തിരിച്ചു പോകുന്നത്. അപ്പോൾ 6 മണിയാകുമ്പോഴേക്കും അവിടെ തിരിച്ചെത്തണം. ഇപ്പോൾ ബോട്ടിൻ്റെ ഉൾവശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ബെഡ്റൂമുകൾ 2 ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു ബെഡ്റൂമാണിത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അതുപോലെ തന്നെ രണ്ടാമതൊരു ബെഡ്റൂം, ഇവിടെ ഒരു ചെറിയ വാഷിംഗ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമുണ്ട്. ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടിലും ബാത്ത് അറ്റാച്ച്ഡ് ആണ്, ബാത്റൂംസ് ഉണ്ട്. പിന്നെ നേരെ പോകുമ്പോൾ ഒരു ലിവിങ് ഏരിയ പോലെ നമുക്ക് കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഒരു ഡൈനിങ് ടേബിളും അങ്ങനെ സോഫ അങ്ങനെ കിട്ടും. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ ഇരിക്കുന്ന നമ്മൾ ബോട്ട് ഓടിക്കുന്ന ഡ്രൈവർ ഏരിയ, ഇതാണ് ബോട്ടിലുള്ളത്. ഇവിടെ കാണാൻ നമുക്ക് ബോട്ടുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് തിരിച്ചു പോകുന്നു. നമ്മളെ ബോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവരെല്ലാം തിരിച്ച് പിന്നെ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നമ്മൾ അവിടെ പോയിട്ട് ഇന്ന് രാത്രി സ്റ്റേ ആണ്. അതിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഗംഭീരമായ കാഴ്ചയായിരുന്നു. പരുന്തുകൾ ഇത് വട്ടമിട്ട് പറക്കുന്നുണ്ടല്ലേ. ഞാൻ ആദ്യം വിചാരിച്ചു വല്ല കൊക്കോ കാക്കയൊക്കെയാണ്. പക്ഷേ പിന്നെ അടുത്ത് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് അത് പരുന്താന്ന് മനസ്സിലായത്. ചെമ്പരന്താണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കേട്ടില്ലേ, എന്താ രാജപ്പറക്കുന്ന ചെമ്പരന്ത്, അങ്ങനെ എന്ത് സംഭവമല്ലേ, അങ്ങനെ ആ സാധനമാണ് കേട്ടോ. എന്ത് രസമാണ് കാണാൻ. ഇവറ്റുകൾ എനിക്ക് തോന്നുന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ടേ അവിടെ കിടന്ന് കറങ്ങാന്നാണ് തോന്നുന്നത്. മീനുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഈ കായലായതുകൊണ്ട് ഇഷ്ടംപോലെ മീനുണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഈ ഭാഗത്ത് ചിലപ്പോൾ കൂടുതൽ മീനുണ്ടായിരിക്കും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്ന് പറന്ന് അത് തപ്പിപ്പിടിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പരുന്ത് മാത്രമല്ല, വേറെ നമ്മളൊരു കുളക്കോഴി പോലൊരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കൊറ്റികളുണ്ട്, കൊക്കുണ്ട്, അങ്ങനെ പല ടൈപ്പ് പക്ഷികളെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. കാക്കകളുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് പുഞ്ചപ്പാടത്തു നിന്ന് തിരിച്ച് വെള്ളം കായലിലേക്ക് പമ്പ് ചെയ്ത് അടിച്ച് കയറ്റും നമുക്ക് കാണാം. മോട്ടോർ പുര ഫ്രണ്ടിലുണ്ട്. ഇതൊക്കെ വല്ലാത്തൊരു ഇതാണ്. നമ്മളൊക്കെ ആദ്യമായിട്ടാണ് അതൊക്കെ കാണുന്നത്, ഇങ്ങനെ സംഭവങ്ങൾ. ഇവിടുത്തെ ആളുകളെയും ഇവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ ശരിക്കും സമ്മതിക്കണം. ചുറ്റും വെള്ളം പറഞ്ഞാൽ അതിൻ്റെ നടുക്കിൽ നമ്മളൊരു വീടൊക്കെ വെച്ച് ജീവിക്കുക. അതും കുടിവെള്ളം പോലും മര്യാദയ്ക്ക് കിട്ടില്ല. അപ്പോൾ ശരിക്കും ഒരു സ്ട്രഗിളാണത്. എനിക്കൊക്കെ എത്ര ദിവസം ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. ക്യാമറ ഏത് ആംഗിളിൽ വെച്ചാലും ഒടുക്കത്തെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഫ്രെയിമാണ് ഇവിടെ. എവിടെ വെച്ചാലും ഫ്രെയിമാണ്. അതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും നല്ല രസം. ഞാൻ ഇവിടെ എത്തിയ വിവരം ഈ പട്ടികളോട് ആരോ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഇവന്മാരെ ഇങ്ങനെ കിടന്ന് കുറയ്ക്കുന്നത്. എന്തിട്ടാണ് വീട്ടിൽ പെടാ, ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ പറഞ്ഞാണ് ഇവിടെ നിന്ന് വന്ന് നിൽക്കില്ലെന്ന്. ഇതാ വന്ന് നിൽക്കുന്ന കുറയ്ക്കുന്നു. വേണ്ട, അതൊക്കെ മതി, ഇത്ര റെസ്പെക്റ്റ് മതി. വീട്ടിൽ പോയിക്കോ, മതി കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പഴയ പള്ളിയാണ് കേട്ടോ. ഏതാ പള്ളി പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ നല്ലൊരു ഫ്രെയിമാണ്, നല്ലൊരു ലുക്കുണ്ട് ഇവിടുന്ന് കാണുമ്പോൾ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്തെത്തി? മാർത്താണ്ഡൻ കായലല്ലേ? 3 കായലുകളും പണ്ട് കാലത്ത് മുരിക്കാന്ന് പറഞ്ഞ രാജഭരണമുള്ള സമയത്ത് 3 കായലും കുത്തിയതാണ്. ഒരു വ്യക്തി തന്നെയാണ് 3 കായലിൻ്റെ ഉടമസ്ഥൻ. കായലിലൊരു ഉടമസ്ഥൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. പുള്ളി തന്നെ ഈ വേമ്പനാട്ട് കായല് കുത്തി ഉണ്ടാക്കിയതാ. ഓ അത് ശരി. രാജാവ് എങ്ങനെയായിരുന്നു പുള്ളി? കായൽ രാജാവാണ് പുള്ളിയെ പറഞ്ഞുകൊണ്ടിരുന്നത്. രാജാവല്ല, രാജാക്കന്മാരുടെ പേരാണ്. മാർത്താണ്ഡം പ്രമ്മയുടെ പേരാണ് മാർത്താണ്ഡം കായലെന്ന്.
ആദ്യം കായൽ കുത്തി വെള്ളം ഇങ്ങോട്ട് കൊടുത്ത അങ്ങനെയാണോ സംഭവം? ബണ്ടുണ്ടാക്കി കുത്തിയാണ്. ചെളി വെച്ചിട്ടല്ലേ? കൃഷി ഇല്ലാതെ കിടക്കുമായിരുന്നു ഈ രണ്ട് കായല് വർഷങ്ങളായിട്ട്. സർക്കാർ ഏറ്റെടുത്ത് നടക്കും. ഒരേക്കറിന് 10,000 രൂപ വെച്ച് കൃഷിക്കാർക്ക് കൊടുക്കും. ഒരേക്കറിന് 10,000 രൂപ സർക്കാർ വേറെ ആൾക്കാർക്ക് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുക. സബ്സിഡി കൃഷി നടക്കാൻ. ചേട്ടന് ആദ്യം തൊട്ട് ഈ പരിപാടി തന്നെയാണോ? ബോട്ട് ഓടിക്കുന്ന പരിപാടി തന്നെയാണോ? അതിന് മുമ്പ് വേറെ എന്തെങ്കിലും ചെയ്തിരുന്നു? ഇല്ല, ബോട്ട് ഓടിച്ചില്ല. ആദ്യം ചെറിയ മോട്ടോർ ബോട്ടിലാണ്. അത് ശരി. അപ്പോൾ ഇതിന്റെ എഞ്ചിൻ പണിയൊക്കെ എല്ലാം ചേട്ടൻ അറിയാം? അങ്ങനെയാണോ? എഞ്ചിൻ പണിയൊക്കെ നമ്മൾ അത്യാവശ്യം വരുന്നതൊക്കെ ചെയ്യും. അല്ലെങ്കിൽ വർഷോപ്പ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്യും. ഈ പണിയൊക്കെ വർഷോപ്പിൽ നടക്കാം. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ കുറേ കഥകളുണ്ട്. ഈ കായലിനെ ചുറ്റിപ്പറ്റി, ഈ നാട്ടുകാരെ ചുറ്റിപ്പറ്റി, ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റി, അങ്ങനെ കുറേ കഥകളുണ്ട്. പക്ഷേ നമ്മൾ വെറുതെ ഈ ബോട്ടിൽ കയറി യാത്ര ചെയ്ത് ശരിക്കും ഇതൊന്നും മനസ്സിലാവില്ല. ഇതിപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചതുകൊണ്ട് ചേട്ടനത് പറയാൻ പുള്ളിക്ക് മനസ്സുള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരാൾക്ക് എനിക്ക് കഥയൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നില്ല പലർക്കും ഈ കഥകളൊന്നും അറിയുന്നില്ല. നമ്മുടെ പുതിയ തലമുറയ്ക്കൊന്നും ചിലപ്പോൾ അറിയണ്ടായിരിക്കില്ല. അപ്പോൾ ശരിക്കും നമുക്ക് ഇങ്ങനത്തെ യാത്രയൊക്കെ പോകുമ്പോൾ ശരിക്കും നമ്മളെ നാട്ടിൽ മിസ്സിങ് ആവുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരാൾ നമുക്ക് ഈ കഥകളും ഇവിടുത്തെ ഉണ്ടായ സംഭവങ്ങളും ഈ ഇതിനെപ്പറ്റി പണ്ടുണ്ടായ പല ചരിത്ര സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസങ്ങൾ അല്ലെങ്കിൽ ചില കെട്ടുകഥകൾ എന്തായാലും ഇതൊക്കെ പറഞ്ഞു തരാൻ നമുക്കൊരാൾ വേണം ശരിക്കും. ആ ഒരാൾ നമുക്ക് ഇങ്ങനത്തെ ഹൗസ് ബോട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയപ്പോൾ. എന്തായാലും ഈ നമ്മളെ ഡ്രൈവറായിട്ട് നമുക്ക് വേണ്ട പോലെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. 15 മുകളിൽ ഓടിയെന്ന് പറഞ്ഞു. ബാക്കിയുണ്ടെങ്കിൽ സൺസെറ്റ് കാണാം. ചെറുതായിട്ട് വരുന്നുണ്ട്. 5:45 4 മണിയായിട്ടുള്ളൂ. ഓ നമ്മളൊരു കൊണ്ട് നിർത്തോടെ സൺസെറ്റ് ആകുമ്പോഴേക്കും കായലിലെ കാറ്റും കൊണ്ട് അല്പനേരം സുഖമായിട്ടൊന്ന് മയങ്ങി. അത് കഴിഞ്ഞ് ഒന്ന് മയക്കമുണർന്നപ്പോഴേക്കും അതാ മുന്നിലിരിക്കുന്നു 4 മണി പലഹാരങ്ങൾ ഇതായിട്ടിരിക്കുന്നു. നല്ല അടിപൊളി പഴംപൊരിയും ചായ, കാപ്പി എല്ലാം വന്നിട്ടുണ്ട്. ചായയാണോ ചാപ്പിയാണോ? അത് കാപ്പിയാണോ ചാപ്പിയാണോ നോക്കിയിട്ട് പറയാം. 4 മണി പലഹാരങ്ങൾ, പഴംപൊരി, ചായ. ഹൗസ് ബോട്ടിലിരുന്ന് പഴംപൊരി കഴിക്കുന്നു. ചേട്ടാ പഴംപൊരി അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. അടിപൊളി പഴംപൊരി. ഇത് രതീഷല്ല, സതീഷാണ്. സതീഷ് രതീഷ്. In my veins, I've been driving this train. Years in this lane, there's no stopping this flame. Cause I came to the game and I changed it to play how I like, rearranged it to my own domain. Yeah, I got what it takes, made lots of mistakes, taking shots, skipping breaks, feeling lost, feeling great, popping off, singing straight, never stopped, never changed. All the squad here to play and I've got something to say, yeah. I work hard each and every day, I get lost in the words I say. I don't push pause, no I push play. I won't stop till I make a change. I withdraw on the things I make. I turn flaws into flawless traits. I build tall, never capped in space. I won't stop till I hear him say, oh, oh, la 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 la, la 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 la, oh, 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 la la la.
I'm up again. I got tired eyes, need a cup of blend. That's right, in the AM, that's my only friend. No light, just the sun coming up on the horizon. I lose track of time, yeah, I move fast and climb a new class divine, yeah, true passion shines. And I'm through passing time, I choose stacking dimes. You snooze half the time while I move passing by. I work hard each and every day. I get lost in the words I say. I don't push pause, no, I push play. I won't stop till I make a change. I withdraw on the things I make. I turn flaws into flawless traits. I build tall, never capped in space. I won't stop till I hear him say, അങ്ങനെ അതാ നേരം വെളുത്തിരിക്കുന്നു. സമയം ഏകദേശം ഒരു 7-8 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ എൻ്റെപ്പോഴല്ല കുളിച്ചൊക്കെ റെഡിയായി വന്നപ്പോൾ. പിന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പുറത്ത് ഭയങ്കര നല്ല അസലായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ, നല്ല ഹെവി ആയിട്ട് തന്നെ പെയ്യുന്നുണ്ട്. രാത്രി തുടങ്ങിയതാണ്. രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നല്ല ഓളുണ്ടായിരുന്നു ബോട്ടിന്. പക്ഷേ ശരിക്കും എൻജോയ് ചെയ്ത് കിടന്നുറങ്ങി, സുഖമായിട്ട് കിടന്നുറങ്ങി, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മെല്ലനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിനിഷിംഗ് പോയിൻറ്റിൽ അവിടെ എത്തിയിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ തിരിച്ച് നമ്മൾ എവിടെ കയറിയത് അവിടേക്കാണ് നമ്മൾ പോവുകയാണ്. പോണ വഴി കണ്ടില്ലേ, കുറേ ആൾക്കാർ കയാക്കിങ് ചെയ്യുന്നുണ്ട്. അത് ഈ മഴയത്ത് ഇത് ശരിക്കും ഭയങ്കര റിസ്ക്കാണ്. ഇങ്ങനെയൊന്നും ആരും ചെയ്യരുതാണ് എൻ്റെ ഒരു ഉപദേശം. മഴയത്തൊന്നും ഇങ്ങനെ ഒരിക്കലും കാണുന്ന കയാക്കൊന്നും ചെയ്യരുത്. ക്ലൈമറ്റ് എപ്പോഴും എന്തുവേണം സംഭവിക്കാൻ, വെള്ളത്തിലാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രിക്കോഷൻ എടുത്തിരിക്കണം. മഴ കൊണ്ടായിരിക്കണം പക്ഷികളൊക്കെ വേറെ ഭാഗത്തേക്ക് പറന്നു പോകും നമുക്ക് കാണാം. അതോ ഇനി വരാനിരിക്കുന്ന ഏതെങ്കിലും വലിയ കലാമിറ്റി അതായിരിക്കും. അപ്പോൾ ആലപ്പുഴയിലെ മഴയും ഞങ്ങൾ കണ്ടു. അതാണ് നല്ല ഉശിരൻ മഴ. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. വെള്ളത്തിൻ്റെ ലെവലൊക്കെ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് നമുക്ക് ബോട്ടിലിരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കരയൊക്കെ കവിഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ ചില വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി നമുക്ക് ബോട്ടിൽ നിന്ന് കാണാം. ബോട്ട് ഏകദേശം നമ്മളെ ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മളല്ല നമ്മളെ ചേട്ടൻ കൊണ്ടുപോയത് പാർക്ക് ചെയ്യും. മര്യാദയ്ക്ക് വേറെ ബോട്ടിൻ്റെ ഇടയിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. എന്നിട്ട് ആ ബോട്ടിനുള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ എന്തായാലും ആദ്യം ഇത് പാർക്ക് ചെയ്ത് കഴിയട്ടെ, എന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെർവ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 9:30 വരെ ഇവിടുന്ന് ഇറങ്ങാൻ സമയമുണ്ടെന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ചട്നി, സാമ്പാർ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും മഴ നല്ലപോലെ കൂടിയിട്ടുണ്ട്. അത് നല്ല ശക്തിയായിട്ട് തന്നെ പെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയമായി. ഗായ്സ്, നമ്മളെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.